കാൽപന്തുകളി ആരാധകരുടെ 4 വർഷം നീണ്ട നെഞ്ചിടിപ്പും കാത്തിരിപ്പും ഒടുവിൽ അവസാനിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കായികമേളയായ ഫിഫ ലോകകപ്പിന്റെ വിസിൽ മുഴങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഭൂഗോളത്തിന്റെ വിവിധ കോണുകളിലുള്ള കോടിക്കണക്കിന് മനുഷ്യരെ ഒരൊറ്റ പന്തിലേക്ക് ആവാഹിക്കുന്ന ഫുട്ബോൾ ലോകകപ്പ് വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ അരങ്ങേറുകയാണ്. ഉദ്ഘാടന മത്സരത്തിൽ ഗ്രൂപ്പ് എയിലെ പ്രബലരായ മെക്സിക്കോയും ആതിഥേയരിൽ ഒന്നായ സൗത്ത് ആഫ്രിക്കയും തമ്മിലാണ് മാറ്റുരയ്ക്കുന്നത്. നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ കളിമുറ്റങ്ങളിൽ ഇനി ഒരു മാസത്തിലധികം കാലം ആവേശത്തിന്റെ കൊടുങ്കാറ്റ് വീശിയടിക്കും. ഫുട്ബോൾ ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തത്ര വലിയൊരു പങ്കാളിത്തത്തിനാണ് ഈ ലോകകപ്പ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ചരിത്രത്തിൽ ആദ്യമായി 48 രാജ്യങ്ങളാണ് ഇത്തവണത്തെ വിശ്വമേളയിൽ അണിനിരക്കുന്നത്. കൂടുതൽ രാജ്യങ്ങൾക്ക് അവസരം നൽകിക്കൊണ്ട് ഫിഫ കൊണ്ടുവന്ന ഈ വിപ്ലവാത്മകമായ മാറ്റം ലോകകപ്പിന്റെ ആവേശം ഇരട്ടിയാക്കിയിട്ടുണ്ട്. USA, മെക്സിക്കോ, കാനഡ എന്നീ 3 വൻശക്തി രാജ്യങ്ങളാണ് ഇത്തവണ ലോകകപ്പിന് സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്നത്. നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ ഉടനീളമുള്ള അത്യാധുനിക സ്റ്റേഡിയങ്ങളിൽ ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാർ ബൂട്ട് കെട്ടുമ്പോൾ അത് കായിക ചരിത്രത്തിലെ തന്നെ സുവർണ അധ്യായമായി മാറും. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുകയും ആരാധിക്കുകയും ചെയ്യുന്ന കായിക വിനോദമാണ് ഫുട്ബോൾ. ഇന്ത്യയിൽ ക്രിക്കറ്റിനാണ് കൂടുതൽ ജനപ്രീതിയെങ്കിൽ കാൽപന്തുകളിലൂടെ ആവേശം ഇവിടെ ഒട്ടും കുറവല്ല. കൗതുകരമായ കാര്യം ഇന്ത്യൻ ക്രിക്കറ്റിലെ പല വമ്പൻ താരങ്ങളും കളി മൈതാനത്തിന് പുറത്ത് കടുത്ത ഫുട്ബോൾ പ്രേമികളാണ് എന്നതാണ്. തങ്ങളുടെ ക്രിക്കറ്റ് മത്സരങ്ങളുടെ പരിശീലനത്തിനിടയിൽ പോലും വാമപ്പ് ചെയ്യാനായി ഈ താരങ്ങൾ ഫുട്ബോൾ കളിക്കാറുണ്ട്. ലോകകപ്പ് തുടങ്ങുന്ന ഈ വേളയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെ ഇതിഹാസ താരങ്ങളുടെ പ്രിയപ്പെട്ട ഫുട്ബോൾ ടീമുകളും അവരുടെ ഫുട്ബോൾ കണക്ഷനുകളും പരിശോധിക്കുന്നത് ഏറെ രസകരമായ കാര്യമാണ്. ഇന്ത്യൻ ക്രിക്കറ്റിലെ ദൈവം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുൻ ബാറ്റിംഗ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ ഫുട്ബോളിനെ അതീവ താല്പര്യത്തോടെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. നിലവിലെ ലോക ചാമ്പ്യന്മാരും ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിലെ സുൽത്താൻമാരുമായ അർജന്റീനയുടെ കടുത്ത ആരാധകനാണ് മാസ്റ്റർ ബ്ലാസ്റ്റർ. അർജന്റീനയുടെ ഇതിഹാസ നായകനും ആധുനിക ഫുട്ബോളിലെ രാജാവുമായ ലയണൽ മെസ്സിയോട് സച്ചിന് വലിയ ആരാധനയും ബഹുമാനവുമുണ്ട്. ഇരുവരും തമ്മിലുള്ള സൗഹൃദം കായിക ലോകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഇതിനു മുൻപ് അർജന്റീന ടീമിന്റെ പര്യടനത്തിന്റെ ഭാഗമായി ലയണൽ മെസ്സി ഇന്ത്യയിൽ എത്തിയപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തെ ഗ്രൗണ്ടിൽ വെച്ച് നേരിൽ കണ്ട് സംസാരിച്ചിരുന്നു. അന്ന് സച്ചിൻ താൻ 2011 ഇന്ത്യക്കായി ലോകകപ്പ് നേടിയപ്പോഴുള്ള പ്രശസ്തമായ 10ാം നമ്പർ ജേഴ്സി മെസ്സിക്ക് സമ്മാനമായി നൽകുകയുണ്ടായി. സച്ചിന്റെയും മെസ്സിയുടെയും ജേഴ്സി നമ്പർ 10 ആണെന്നത് കായിക പ്രേമികൾക്ക് എക്കാലത്തും ഒരു വലിയ കൗതുകമാണ്. ഇത്തവണയും അർജന്റീന കപ്പ് നിലനിർത്തണമെന്നാണ് സച്ചിന്റെ ആഗ്രഹം. കാലത്തിനൊപ്പം ചേരിമാറിയ വിരാട് കോഹ്ലി, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഘടകം ആധുനിക ക്രിക്കറ്റിലെ റൺ മെഷീനായി വിരാട് കോഹ്ലിയുടെ ഫുട്ബോൾ പ്രേമം പരസ്യമായ ഒന്നാണ്. എന്നാൽ മറ്റു താരങ്ങളെ പോലെ എല്ലാ കാലത്തും ഒരേ ഫുട്ബോൾ ടീമിനെ മാത്രം പിന്തുണയ്ക്കുന്ന ശീലം കോഹ്ലിക്കില്ല. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത രാജ്യങ്ങളായിരുന്നു കോഹ്ലിയുടെ പ്രിയപ്പെട്ട ടീമുകൾ. എന്നാൽ നിലവിൽ അദ്ദേഹം പോർച്ചുഗൽ ടീമിന്റെ കടുത്ത ആരാധകനാണ്. കോഹ്ലി ഒരു പോർച്ചുഗൽ ഫാനാക്കി മാറ്റിയതിന് പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ. അത് ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. റൊണാൾഡോയുടെ കായികക്ഷമതയും കളിശൈലിയും കഠിനാധ്വാനത്തെയും ഏറെ മാതൃകയാക്കുന്ന വ്യക്തിയാണ് കോഹ്ലി. റൊണാൾഡോ ഏത് ക്ലബിൽ കളിച്ചാലും കോഹ്ലി ആ ക്ലബിന്റെ ആരാധകനായി മാറും. പോർച്ചുഗീസ് ആരാധകനാകുന്നതിന് മുൻപ് ചില പ്രമുഖ ടീമുകളെയും കോഹ്ലി പിന്തുണച്ചിട്ടുണ്ട്. ഒരിടയ്ക്ക് കോഹ്ലി കടുത്ത ജർമ്മനി ആരാധകനായിരുന്നു. അന്ന് ജർമ്മനി ലോക കിരീടം ചൂടുകയും ചെയ്തു. 2018 ലോകകപ്പിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് താരവും ഇംഗ്ലണ്ട് ക്യാപ്റ്റനുമായ ഹാരി കെയ്നുമായുള്ള വ്യക്തിപരമായ സൗഹൃദം കാരണം കോഹ്ലി ഇംഗ്ലണ്ട് ടീമിനെയാണ് പിന്തുണച്ചത്. റൊണാൾഡോയ്ക്കായി പോർച്ചുഗൽ ക്യാമ്പിലാണ് കോഹ്ലി നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് 2 ലോകകപ്പുകൾ ഉൾപ്പെടെ 3 ICC ട്രോഫികൾ സമ്മാനിച്ച ഒരേയൊരു ക്യാപ്റ്റനായ MS ധോണിയും ഒരു കടുത്ത അർജന്റീന ആരാധകനാണ്. ലയണൽ മെസ്സിയുടെ മാസ്മരിക കളിശൈലിയാണ് ധോണിയെയും അർജന്റീനയുടെ ആരാധകനാക്കിയത്. എന്നാൽ ധോണിയുടെ ഫുട്ബോൾ ബന്ധം വെറും ഒരു ആരാധനയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അതിനപ്പുറം വലിയ ചരിത്രവും അതിനുണ്ട്. ചെറുപ്പത്തിൽ ക്രിക്കറ്റിലേക്ക് ചുവട് വെക്കുന്നതിന് മുൻപ് ധോണി വളരെ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു. സ്കൂൾ ഫുട്ബോൾ ടീമിന്റെ വിശ്വസ്തനായ ഗോൾ കീപ്പർ ആയിരുന്നു അദ്ദേഹം. ധോണിയുടെ ഗോൾ കീപ്പിംഗിലെ മികച്ച ഡൈവിങ്ങും പന്ത് കൈപ്പിടിയിൽ ഒതുക്കാനുള്ള കഴിവും കണ്ട അന്നത്തെ സ്കൂൾ കോച്ചാണ് അദ്ദേഹത്തോട് ക്രിക്കറ്റിൽ വിക്കറ്റ് കീപ്പറുടെ റോൾ പരീക്ഷിക്കാൻ ഉപദേശിച്ചത്. ആ ഒരൊറ്റ ഉപദേശമാണ് ഫുട്ബോൾ ഗോൾ കീപ്പറായ ധോണിയെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ എക്കാലത്തെ മികച്ച വിക്കറ്റ് കീപ്പറും ഫിനിഷറുമാക്കി മാറ്റിയത്. അതുകൊണ്ട് തന്നെ ഫുട്ബോളിനോട് ധോണിക്ക് എപ്പോഴും ഒരു പ്രത്യേക വൈകാരികമായ ബന്ധമുണ്ട്. ഇന്ത്യയുടെ മുൻ ഇതിഹാസ ക്യാപ്റ്റനും T20 ലോകകപ്പ് വിന്നിംഗ് നായകനുമായ ഹിറ്റ്മാൻ രോഹിത് ശർമ്മയ്ക്ക് ഏറെ പ്രിയപ്പെട്ട ദേശീയ ടീം സ്പെയിനാണ്. സ്പാനിഷ് ഫുട്ബോൾ ടീമിന്റെ തനത് ശൈലിയായ ടിക്കി ടാക്ക പാസിംഗ് ഗെയിമിനോടുള്ള തന്റെ ഇഷ്ടം രോഹിത് മുൻപും പല വേദികളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ദേശീയ ടീമിനെ പോലെ തന്നെ സ്പെയിനിലെ ലോകപ്രശസ്ത ഫുട്ബോൾ ക്ലബ്ബായ റയൽ മാഡ്രിഡിനെയും കടുത്ത ആരാധകനാണ് രോഹിത് ശർമ്മ. റയൽ മാഡ്രിഡിന്റെ മത്സരങ്ങൾ അദ്ദേഹം സ്ഥിരമായി കാണാറുമുണ്ട്. സ്പാനിഷ് ഫുട്ബോളിനോടുള്ള ഈ കടുത്ത താല്പര്യം കാരണമാണ് സ്പെയിനിലെ പ്രമുഖ ഫുട്ബോൾ ലീഗായ ലാ ലിഗ തങ്ങളുടെ ഇന്ത്യയിലെ
ഔദ്യോഗിക ബ്രാൻഡ് അംബാസിഡറായ രോഹിത് ശർമ്മയെ നിയമിച്ചത്. ഒരു നോൺ ഫുട്ബോളർ ലാലിഗയുടെ ബ്രാൻഡ് അംബാസിഡർ ആകുന്നത് കായിക ചരിത്രത്തിൽ തന്നെ അപൂർവമായ സംഭവമായിരുന്നു. മലയാളികളുടെ പ്രിയപ്പെട്ട താരം സഞ്ജു സാംസണിലേക്ക് വന്നാൽ അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട അന്താരാഷ്ട്ര ദേശീയ ടീം ഏതാണെന്ന് എവിടെയും വ്യക്തമായി തുറന്നു പറഞ്ഞിട്ടില്ല. എന്നാൽ ക്ലബ്ബ് ഫുട്ബോളിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഭീമന്മാരായ ലിവർപൂളിന്റെ കടുത്ത ആരാധകനാണ് താനെന്ന് സഞ്ജു വ്യക്തമാക്കിയിട്ടുണ്ട്. ലിവർപൂളിന്റെ ചുവപ്പ് ജേഴ്സി അണിഞ്ഞുള്ള ചിത്രങ്ങളും സഞ്ജു മുൻപ് പങ്കുവച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഓൾറൗണ്ടറായ ഹർദിക് പാണ്ഡ്യയും കോഹ്ലിയെ പോലെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആരാധകനായതുകൊണ്ട് പോർച്ചുഗൽ ടീമിനെയാണ് പിന്തുണയ്ക്കുന്നത്. അതേസമയം സ്റ്റാർ ബാറ്റർ KL രാഹുൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനോടുള്ള താല്പര്യം കാരണം ഇംഗ്ലണ്ട് ടീമിന്റെ ആരാധകനാണ്. 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ ഇത്തവണത്തെ ലോകകപ്പ് പ്രവചനാതീതമാണ്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കിരീടം നിലനിർത്താൻ ഇറങ്ങുമ്പോൾ ഫ്രാൻസ്, ബ്രസീൽ, ജർമ്മനി, പോർച്ചുഗൽ, സ്പെയിൻ തുടങ്ങിയ വൻ ശക്തികൾ കടുത്ത വെല്ലുവിളികളുമായി ഒപ്പമുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾക്കിടയിലും തങ്ങളുടെ പ്രിയപ്പെട്ട ടീമുകളെ ചൊല്ലി ചെറിയ രീതിയിലുള്ള വാതുവെപ്പുകളും ചർച്ചകളും നടക്കാറുമുണ്ട്. ക്രിക്കറ്റ് ലോകത്തെ തിരക്കുകൾക്കിടയിലും വരാനിരിക്കുന്ന ഒരു മാസക്കാലം ഈ ഇന്ത്യൻ താരങ്ങളും ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശത്തിൽ പങ്കുചേരും. രാത്രികാലങ്ങളിൽ ടെലിവിഷൻ സ്ക്രീനുകൾക്ക് മുന്നിലിരുന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട ടീമുകൾക്കായി അവർ ആർത്തു വിളിക്കും. ഫുട്ബോൾ വെറും ഒരു കളിയല്ല, മറിച്ച് കോടിക്കണക്കിന് മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന വലിയൊരു വികാരമാണ്. ആ വികാരം ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ താരങ്ങളെയും ഒരേപോലെ സ്വാധീനിച്ചിരിക്കുന്നു. സച്ചിന്റെയും ധോണിയുടെയും അർജന്റീനയും കോഹ്ലിയുടെയും പാണ്ഡ്യയുടെയും പോർച്ചുഗലും രോഹിത്തിന്റെ സ്പെയിനും തമ്മിൽ നോർത്ത് അമേരിക്കൻ മണ്ണിൽ ഏറ്റുമുട്ടുമ്പോൾ ക്രിക്കറ്റ് പിച്ചിലെ സൗഹൃദങ്ങൾ താൽക്കാലികമായി ഫുട്ബോൾ വൈരാഗ്യത്തിന് വഴിമാറും. വ്യാഴാഴ്ച അർദ്ധരാത്രി മെക്സിക്കോയിൽ പന്തുരുളുന്നതോടെ ലോകത്തിലെ എല്ലാ കായിക പ്രേമികളെയും പോലെ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകവും കാൽപന്തിന്റെ ആ മാസ്മരിക ലഹരിയിലേക്ക് പൂർണ്ണമായും വഴിമാറും.